ഹായ്. 2004 ഇറങ്ങിയ ഒരു ചിത്രമാണ് ഫോർ ദി പീപ്പിൾ. 4 യുവാക്കൾ ചേർന്ന് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന ഒരു കഥയാണ് അതിൽ പറയുന്നത്. അതിൽ അഭിനയിച്ചിട്ടുള്ളവർ അരുൺ, ഭരത്, അർജുൻ ബോസ്, പത്മകുമാർ, നരേൻ, ഗോപിക തുടങ്ങിയ താരങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. തമിഴ് നടൻ ഭരത് ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ചത് ഈ ചിത്രത്തിലൂടെയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജയരാജാണ്. അപ്പോൾ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുക എന്നൊരു കണ്ടന്റ് വെച്ചിട്ടാണ് ഈ ഒരു ചിത്രം എഴുതിയിട്ടുള്ളത്. വളരെ ഹിറ്റ് സിനിമയായിരുന്നു. ഗാനങ്ങളും ഭയങ്കര ഹിറ്റായിരുന്നു. ലജ്ജാവതിയെ, അന്നക്കിളി നീയനിൽ, നിന്റെ മുഴിമുന കൊണ്ടന്നെ, അങ്ങനെ ഒരുപാട് ഹിറ്റ് പാട്ടുകളൊക്കെ അതിലിറങ്ങിയിട്ടുണ്ട്. അതിലെ കാര്യം എന്ന് പറയുന്നത് 4 യുവാക്കൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും അതിനെതിരെ ഇവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അവരൊരു വെബ്സൈറ്റ് തുടങ്ങുകയും പരാതികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ എഴുതി അറിയിച്ചാൽ അവർ തന്നെ, പക്ഷേ നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥയാണ്. കാരണം അഴിമതിക്കാരുടെ കൊന്നുകളയുക, കൈവെട്ടിക്കളയുക, കാല് മുറിച്ച് മാറ്റുക, അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് നോക്കുകയാണെങ്കിൽ ഇവർ ചെയ്യുന്നത് കുറ്റമാണ്. അപ്പോൾ ഇത് അന്വേഷിക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് നരേൻ്റെയും ഫസ്റ്റ് സിനിമയാണ് ഫോർ ദി പീപ്പിൾ. അപ്പോൾ ഞാൻ ഈ സിനിമ പറയാനുണ്ടായ കാരണമെന്ന് വെച്ചാൽ, ഞാൻ ഇന്നൊരു FB പോസ്റ്റ് കണ്ടിരുന്നു. അതിൽ 2 പേരുടെ ചിത്രങ്ങൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഒന്ന് വിജയുടെ ചിത്രവും ഒന്ന് VD സതീശൻ്റെ ചിത്രവും. 2 പേരും മുഖ്യമന്ത്രിമാരാണ്, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും. അപ്പോൾ ഇവർ 2 പേരുടെയും ഫോട്ടോ വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ആര് ഭരിക്കുന്നതാണ് നന്നായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ജനങ്ങളുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സ് വെറുതെ ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ കമൻറ്റ് ബോക്സ് മുഴുവനും വിജയാണ് തൂക്കിയിരിക്കുന്നത്. അപ്പോൾ VD സതീശൻ അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല, അതായിരുന്നു വിജയ് ഭരിക്കും പോലെ വേണമായിരുന്നു, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ വിജയുടെ ഭരണമാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെക്കാളും അല്ലെങ്കിൽ മറ്റൊരു ഇതാണ് നല്ല രീതിയിൽ ഭരിക്കുന്നത് എന്നുള്ള കമൻ്റാണ് കൂടുതലും വന്നത്. ഇപ്പോഴും അഴിമതിയും അല്ലെ അക്രമവും നടക്കുക തന്നെയാണ് എല്ലായിടത്തും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ തമിഴ്നാടാകെ മാറി. വിജയ് രാഷ്ട്രീയത്തിൽ വന്നപ്പോഴേ പറഞ്ഞിരുന്നു ഇപ്പോൾ ജയിച്ച് വരുന്ന ആൾക്കാരോട്, കാരണം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണോ ചെയ്യാം എന്ന ചിന്തയ്ക്ക് എന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴേ ആ തീരുമാനം മാറ്റണം, എന്നിട്ട് വേണം അധികാരത്തിൽ കയറാനെന്ന് അയാൾ മുന്നമേ പറഞ്ഞിരുന്നു. അയാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അയാളെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ അങ്ങനെ വിറക്കുന്നു ഇങ്ങനെ അതെല്ലാം പോട്ടെ, പക്ഷേ അയാൾ ഭരിക്കുന്നത് ജനങ്ങൾക്ക് എന്താണോ വേണ്ടത്, പൊതുജനങ്ങൾ എന്താണോ തൃപ്തരാകുന്നത്, ആ ഒരു രീതിക്കാണ് അയാൾ ഭരിക്കുന്നത്. പൊതുജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അയാൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. സ്കൂളുകളുടെയും അല്ലെങ്കിൽ ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നിലൊക്കെയുള്ള ബാറുകളൊക്കെ അടച്ചുപൂട്ടി, ഡ്രഗ്സൊക്കെ പൂർണ്ണമായി നിരോധിച്ചു, റോഡിലൊക്കെ കൊണ്ടുവയ്ക്കുന്ന പോസ്റ്റർ, ഫ്ലക്സ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം മാറ്റി. അയാളെ മേൽക്കുമേൽ ഒന്നിനൊന്നിനെ അയാൾ ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. പക്ഷെ അതുപോലൊരു ഭരണം കാഴ്ചവെക്കാൻ കേരളക്കാർക്ക് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അതിന് ഏത് പാർട്ടി വന്നാലും ശരി അങ്ങനത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കാൻ ചിലപ്പോൾ പാടായിരിക്കാം. കാരണം ഇവിടെ അങ്ങനത്തെ ഒരു മാറ്റം ഇതുവരെയും വരുമെന്ന് തോന്നുന്നില്ല. ആ ഒരു രീതിക്കാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ 10 വർഷം ഭരിച്ചു, അല്ലെങ്കിൽ അതിന് മുന്നേ ഭരിച്ചത് കോൺഗ്രസ്, അങ്ങനെ ഇവിടെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടവും വാക്കുതർക്കവും ഇത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ആരും തയ്യാറാവില്ല. അത് ഏത് പാർട്ടി ആയാലും അങ്ങനെ തന്നെയാണ്. കഷ്ടപ്പെടുന്നവർ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അവർക്കൊരു ന്യായമെന്നോ അല്ലെങ്കിൽ അവർക്കൊരു സഹായമെന്നോ അവർക്ക് നിയമപരമായ എന്തെങ്കിലും സഹായം ആരെങ്കിലും ലഭിക്കുമെന്നോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിലും അതുപോലെ ഒരു ഭരണം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇവിടെയുള്ള മലയാളികൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത് വിജയ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ ആൾക്കാരും വാർത്തയും ന്യൂസും ചാനലുകളും ഒക്കെയും കാണുന്നുണ്ട്. കാരണം അത് വിജയുടെ ഇഷ്ടവും അതൊരു സിനിമാ നടൻ എന്നുള്ളൊരു ഇതാണ് വാർത്തകൾ കാണുന്നതെന്ന് വെച്ചാൽ. പക്ഷേ അപ്പോൾ ഇവർ കമ്പയർ ചെയ്ത് നോക്കുകയാണ് ആൾക്കാരെല്ലാവരും. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല, അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഭരണം കാഴ്ചവെക്കാൻ അത് എന്തുകൊണ്ട് പറ്റാത്തത്?
ഇവിടെ അതിനേക്കാളും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കാനൊക്കെ പറ്റും. ഇവിടെ അങ്ങോട്ട് കുറ്റം പറഞ്ഞ് ഇങ്ങോട്ട് കുറ്റം പറഞ്ഞ് നിൽക്കുന്നു. അവിടെയും കുറ്റപ്പറച്ചിലൊന്നും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഈ സിനിമയും അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ അഴിമതി രഹിതം അത് അയാൾ മുന്നേമേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് വിജയ്. ആ ഒരു തീരുമാനം ഇവിടെയും വേണം, അഴിമതി രഹിതം. ഇപ്പോഴൊക്കെ ന്യൂസുകൾ കാണുമ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഈ പെരുമ്പാവൂരിലാണ് ഏറ്റവും അധികം അന്യസംസ്ഥാന തൊഴിലാളികളുള്ളത്. അവരൊക്കെയും കെട്ടുകെട്ടി വിടുക. നമ്മളെ നാട്ടിൽ ദോഷം ചെയ്യുന്നത് ഒന്നും ഇവിടെ വേണ്ട. നമ്മുടെ ഇവിടെ പണിയെടുക്കാൻ മനസ്സുള്ള ഒരു ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ ഇവര് കുറഞ്ഞ ശമ്പളത്തിന് വേണ്ടി ഇവര് ജോലി ചെയ്യാം എന്ന രീതിക്കാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവര് ഇഷ്ടം പോലെ പെരുകയാണ് ഉണ്ടായിരുന്നത്. ബംഗാളികളാവട്ടെ, ആന്ധ്രാക്കാർ, അങ്ങനെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുള്ളവർ വന്നിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് സ്ഥലങ്ങളിലുള്ളവർ. അവരാദ്യം തുച്ഛമായ വരുമാനത്തിൽ, അപ്പോൾ നമ്മളെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് പണിക്ക് വേണ്ടി. അപ്പോൾ അവരൊക്കെ ആദ്യം തുച്ഛമായ ശമ്പളമായിരുന്നു. പിന്നെ അവർ ചോദിക്കുന്ന ശമ്പളം ഇപ്പം അത് കിട്ടിയാലേ അവർ വരുവുള്ളൂ അല്ലെങ്കിൽ ജോലി ചെയ്യുള്ളൂ എന്ന രീതിക്കുള്ള ഇതാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ളവർ വേണ്ട ഇനി. കാരണം ഈ പെരുമ്പാവൂരിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ മിക്ക ദിവസവും കാണുമ്പോൾ ഇത് നമ്മുടെ കേരളമാണോ എന്ന് തന്നെ തോന്നിപ്പോവും. ഇനി എത്ര അറസ്റ്റ് നടന്നു അല്ലെങ്കിൽ അവിടെയൊക്കെ എങ്ങനെ ആയി എന്നുള്ളത് കൃത്യമായി നമുക്കറിയില്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നുണ്ട്. മാക്സിമം ആൾക്കാരെ അറസ്റ്റ് ചെയ്യുക, അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ കേരളവും കുറച്ചുകൂടെ എല്ലാ തരത്തിലും മെച്ചപ്പെടുക. എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുക. ലഹരി മുക്തവും ഡ്രഗ്സുകൾ പൂർണ്ണമായും നിരോധിച്ച് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും എല്ലാ മേഖലകളിലും തൊഴിൽ ചെയ്യുന്ന എല്ലായിടത്തും നല്ല ഒരു അവസ്ഥ കൊണ്ടുവരണം. അവിടെയും ലേഡീസിന് മുൻഗണന കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്നല്ല. ഇപ്പോൾ ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക് അത് വളരെ നല്ലൊരു കാര്യമാണ്. ഡെയിലി ജോലിക്ക് പോകുന്നവർക്ക് അവരുടെ മാസ ശമ്പളത്തിൽ നിന്ന് ഒരു തുക അവർക്ക് മാറ്റി അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും അവർക്ക് വിനിയോഗിക്കാൻ സാധിക്കും. ഇത് 100 ദിവസം അത് ഒന്ന് ഓടിച്ചു നോക്കട്ടെ, അതിലെന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തുടരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നല്ല രീതിയിൽ വിജയമാകട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം സാധാരണ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ആശ്രയിക്കുന്നത് ബസ്സുകളെ തന്നെയാണ്. ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ പാവപ്പെട്ടവരെല്ലാവരും ആശ്രയിക്കുന്നത് ബസ്സുകളെ തന്നെയാണ്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയവും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയവും ഒക്കെ എല്ലാവരും നോക്കി കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തമിഴ്നാട് പോലെ വരണമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്ന് ശ്രമിക്കുക, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നടക്കും. വി.ഡി. സതീശൻ ഇടയ്ക്കൊക്കെയും വിജയിയാവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒത്തുവരുന്നില്ല. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും. എല്ലാവരും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുക. തുടർന്നും ഇതുപോലെ ഏത് പാർട്ടി വന്നാലും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തോ അത് ചെയ്തു കൊടുക്കുക. അല്ലാതെ പാർട്ടിയെ വളർത്തുക അല്ലെങ്കിൽ പാർട്ടിക്കാരെ വളർത്തുക, പാർട്ടിയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരെ വളർത്തുക, അത് മാത്രം ചെയ്യാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. അല്ലെങ്കിൽ ഈ സിനിമ പോലെ തന്നെ, അല്ലെങ്കിൽ ഫോർ ദി പീപ്പിൾ എന്ന് പറയുന്ന സിനിമ പോലെ തന്നെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന ഒരു ഗതി വന്നാൽ എന്താവും സ്ഥിതി? കാരണം അവിടെ ഇങ്ങനെയാണ് എന്ന രീതിക്ക് ഒരുപാട് പേര് അതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു മാറ്റം വരുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ ഇവർ തന്നെ ഓരോന്നും ചെയ്യാം, ഞങ്ങൾ തന്നെ സ്വയം ചെയ്യാം എന്ന രീതിയിൽ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുക. ഓക്കെ, താങ്ക് യു.